ശശി തരൂര് ബി.ജെ.പിയിൽ പോകുമെന്നാണ് ചില ബി.ജെ.പി അനുകൂല ഹാൻഡിലുകളിലെ ചർച്ചകളുള്ളത്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാത്രമല്ല നേരത്തെ തന്നെ കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങളായിട്ട് ശശി തരൂരിനെ കോർണർ ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. കാരണം അദ്ദേഹം ബി.ജെ.പി ചേരും, ഉടനെ ചേരും, ഇന്ന് ചേരും, നാളെ ചേരും എന്നൊക്കെയാണ് അവര് പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ വിദേശയാത്ര കഴിഞ്ഞെത്തിയ ഉടനെ തന്നെ മോദി ഒരു പ്രത്യേക പരിഗണന നൽകിയെന്നാണ് മാധ്യമങ്ങളടക്കം എല്ലാവരും പറയുന്നത്. ശരി, അതിന്റെ ഈ ആ ദൗത്യം പൂർത്തീകരിച്ച് വന്നവർക്കെല്ലാം ഇന്നലെ മോദിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് വലിയൊരു പാർട്ടി അവരുടെ അത്താഴ വരുന്നു. അതില് മോദിയെ പുള്ളിയുടെ പ്രസംഗത്തിലൊക്കെ പുകഴ്ത്തി പറയുകയും മോദിക്ക് ഒരുപാട് നല്ല പരിഗണന കൊടുത്തു. അതെല്ലാവരും വളരെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെയാണ് വിലയിരുത്തിയത്. ഇനി ഇങ്ങനെ ഇത്തരം ദൗത്യങ്ങൾക്ക് ഒരു സ്ഥിരം സമിതി രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. സ്ഥിരം സമിതി രൂപീകരിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരം ദൗത്യങ്ങൾ വേണ്ടി ആർക്കെങ്കിലും ഒരു ചുമതല കൊടുക്കണോ, ആ ചുമതല കൊടുത്ത് അവര് വിദേശത്ത് പോകാനും അത് വിദേശ രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാനും ഒക്കെ അതിന് യോഗ്യൻ എന്തുകൊണ്ടും മറ്റാരേക്കാളും ശശി തരൂരാണ്. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയില് വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രങ്ങളുമായും രാഷ്ട്രതലവന്മാരുമായും നല്ല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അങ്ങനെയുള്ള ഇത്തലൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഇല കാണിച്ച് ആട്ടിക്കുട്ടിയെ പുറകെ വരുത്തുന്ന പോലെ അങ്ങനെ ഒരു ആഗ്രഹം ബി.ജെ.പിക്കാർക്ക് ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കോ ബി.ജെ.പി നേതാക്കന്മാർക്കോ ഉണ്ടെങ്കിൽ ശശി തരൂരിനെ അത് കിട്ടത്തില്ല. പക്ഷെ ഇപ്പൊ ഒരു സമിതി രൂപീകരിക്കുകയും അതിലൊരു പ്രസിഡന്റോ അധ്യക്ഷന്റെ സ്ഥാനമായിട്ട് ശശി തരൂരിന് കൊടുക്കുകയാണെങ്കിലും ഒരു പ്രശ്നം വീണ്ടും ആളി കത്തിക്കുകയല്ലേ യഥാർത്ഥം ബി.ജെ.പി? ബി.ജെ.പിയുടെ ഒരു തോന്നലാണ്. ബി.ജെ.പി അങ്ങനെ ആളി കത്തിക്കാൻ പറ്റും, ആളി കത്തും എന്നുള്ള ഒരു തോന്നലാണ് ബി.ജെ.പി നേതാക്കന്മാർക്കും ബി.ജെ.പിക്കാർക്കുള്ളത്. പക്ഷെ അത് നടക്കുകയല്ല. ശശി തരൂര് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരിക്കലും ബി.ജെ.പി ചേരത്തില്ല. അദ്ദേഹം അതിനർത്ഥം അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് വിടത്തില്ല തന്നെ. കോൺഗ്രസ് പാർട്ടി അദ്ദേഹം വിടത്തില്ല. പക്ഷെ അപ്പോഴും ശശി തരൂരിനെ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതൊക്കെ ഈ കോൺഗ്രസിലും ഉണ്ടല്ലോ ചില കുഴിത്തുരുമ്പുകൾ, അങ്ങനെ തന്നെ പറയണം. കാരണം ശശി തരൂരിനെ എതിർക്കുന്ന ആളുകൾ കോൺഗ്രസിലുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ കേരളത്തിലുമുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഈ പ്രചരണങ്ങളെല്ലാം ശശി തരൂർ ബി.ജെ.പി പോകും, ബി.ജെ.പി ആയിട്ട് ചേർന്ന് നിൽക്കും, ബി.ജെ.പിയിൽ ചേരും എന്നൊക്കെ ഇവിടെ പ്രചരണങ്ങൾ ബി.ജെ.പി അണികളുടെ ഭാഗത്തു നിന്ന് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ ചില കോൺഗ്രസ്സുകാരും അത് ഏറ്റുപാടും. അവർക്കും എങ്ങനെയും ബി.ജെ.പിയിലോട്ട് പോയാൽ മതി, ശശി തരൂരിന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ, അങ്ങനെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ വരെ ഉണ്ട് ഈ കെ.പി.സി.സിയുടെ ഉന്നത തലത്തിൽ. പക്ഷേ തരൂര് അവർക്കൊന്നും വഴക്കത്തില്ല. അതൊന്നും തരൂരിനെ യേശുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു വാർത്ത ഇവിടെ കുഞ്ഞു കേൾക്കുന്നുണ്ട്. ശശി തരൂര് ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ശശി തരൂര് വരാതിരിക്കാൻ വേണ്ട പണികളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ശശി തരൂര് വന്നു കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ സീറ്റ് ശശി തരൂര് കൊടുക്കേണ്ടി വരുന്നില്ലേ? ഇവിടെ ബി.ജെ.പിയുടെ സീറ്റ് വേണ്ട ശശി തരൂര് മത്സരിക്കാൻ. അങ്ങനെ വരുമ്പം രാജീവ് ചന്ദ്രശേഖരന് മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണല്ലോ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതും അദ്ദേഹത്തിന്റെ പ്രവർത്തനമുള്ളതും തിരുവനന്തപുരമാണ്. അതിന് മറ്റൊരു അവകാശി വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ അത് സൂചിക്കത്തില്ല. അദ്ദേഹം അതിനെ ഭാരം വയ്ക്കുന്നു എന്നുള്ളത് അങ്ങനൊരു വാർത്ത ഇങ്ങനെ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയായിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു ചാൻസാണ് നഷ്ടപ്പെടുന്നത്. അദ്ദേഹം ഇത്രയൊക്കെ പാടുപെട്ട് ബി.ജെ.പിയുടെ പ്രസിഡന്റായതാണ്. ആ കാര്യങ്ങളിലേക്ക്, അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് തന്നെ പറഞ്ഞു അത് വട്ടിയൂർക്കാവിൽ നിയമസഭയിൽ മത്സരിക്കാൻ പോവാണ്. നിയമസഭയിൽ മത്സരിക്കുന്നതും രാജ്യസഭയിൽ മത്സരിക്കുന്നതും ലോക്സഭയിൽ മത്സരിക്കുന്നതൊന്നും ഒരു പുതുമയല്ല. ഒരു ബി.ജെ.പിക്കാരന്, ഒരു സാധാരണ ബി.ജെ.പിക്കാരന്
പഞ്ചായത്ത് വാർഡ് മുതൽ അല്ലെങ്കിൽ മുനിസിപ്പൽ വാർഡ് മുതൽ മത്സരിക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. നമ്മുടെ രാജേട്ടൻ രാജേട്ടൻ എവിടെയെല്ലാം മത്സരിച്ചു. അവസാനം അദ്ദേഹം ചരിത്രത്തിൽ ഒരു ഏട് തന്നെ ഉണ്ടാക്കി. അദ്ദേഹം കൂടെ നിയമസഭയിൽ BJPയുടെ പ്രതിനിധിയായിട്ട് ജയിച്ചു. BJP ചിഹ്നത്തിൽ മത്സരിച്ച് അദ്ദേഹം നിയമസഭയിലെത്തി. അത് ചരിത്ര താളുകളിൽ അദ്ദേഹം ഇടം പിടിച്ചു. അതുകൊണ്ട് തന്നെ ശശി തരൂർ BJPയിലേക്ക് പോകാനുള്ള സാധ്യതകൾ തീരെ ഇല്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സാംസ്കാരിക കേരളത്തിലെ അങ്ങനെ ഒരു വാർത്ത ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. BJP പോകുന്നോ, അല്ലെങ്കിൽ കോൺഗ്രസ് വിടുന്നോ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിൽക്കുന്നോ, അല്ലെങ്കിൽ നാളെ എന്താകും എന്നൊന്നും അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യുന്നതില്ല. അദ്ദേഹത്തിനാണെങ്കിൽ BJPയിൽ നിന്ന് 2 കൈ നീട്ടി അവർ സ്വീകരിക്കും. പക്ഷെ BJP പോവില്ല. അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അതാണ്. അദ്ദേഹത്തെ ഇനി എങ്ങനെയൊക്കെ ആട്ടത്തോട് കാണിച്ചാലും എങ്ങനെയൊക്കെ ചെയ്താലും അദ്ദേഹം അതിന്റെ പുറകെ പോകുന്ന ഒരാളല്ല. സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്ന ഒരാളല്ല ശശി തരൂർ എന്നാണ് ഇവിടെ പല അദ്ദേഹമായിട്ട് അടുപ്പമുള്ള പല ആളുകളും